വെൽക്കം ടു സി വി. സക്സസ് ഈസ് എവരി വൺസ് റൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CV ID ഡിലീറ്റിംഗ് ഓർ എഡിറ്റിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഒരു എംപ്ലോയി ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒന്നിൽ കൂടുതൽ ID CV യിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുമല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ തന്നെ പല ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേകം ID-കൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്രകാരം ക്രിയേറ്റ് ചെയ്താൽ മാച്ചിങ് ID കാണിക്കും. അത് പിന്നീട് ഇഷ്യൂ ആവുകയും CV അതോറിറ്റി നിങ്ങളുടെ ID ഡിലീറ്റ് ചെയ്യുകയോ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയോ ചെയ്യാം. മറ്റൊന്ന് CVയുടെ ഡാറ്റ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഒരു എംപ്ലോയി ഓർ കാൻഡിഡേറ്റിൻ്റെ സോളിഡ് ആയിട്ടുള്ള മീൻസ് എഡ്യൂക്കേഷണൽ ഡാറ്റ, എക്സ്പീരിയൻസ് ഡാറ്റ, സ്കോർ സംബന്ധിച്ച കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ ഡാറ്റ ആഡ് ചെയ്യാൻ സാധിക്കും. CV അതോറിറ്റി നിങ്ങളുടെ ID ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് CV ഉപയോഗിക്കാൻ സാധിക്കില്ല. വളരെ സിമ്പിളായിട്ട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഒരു കാൻഡിഡേറ്റ് രണ്ടാമതൊരു ID കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എന്തോ ഒന്ന് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കില്ലേ? അത്രയും കാലം ഉപയോഗിച്ചിരുന്ന CV ID-യിൽ നിന്നും കാൻഡിഡേറ്റ് മറ്റൊരു ID-യിലേക്ക് കയറുമ്പോൾ അത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണെന്നും കഴിഞ്ഞ കാലയളവിലുള്ള അദ്ദേഹത്തിൻ്റെ ഗ്യാപ്പും എംപ്ലോയർക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. സോ നിങ്ങൾ നിങ്ങളുടെ CV ID ക്രിയേറ്റ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും കൂടി വേണം ഉപയോഗിക്കാൻ. താങ്ക്